ഓക്കെ, നമ്മുടെ ലൈനിൻ്റെ കേസിൽ നമ്മൾ ഒരു 9 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ 9 കണ്ടീഷൻസിലെ ആ 9 ടൈപ്പ്, അതിൽ ഫസ്റ്റ് ടൈപ്പാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ട്രൂ ലെങ്ത് എന്താണ്, ഇൻക്ലിനേഷൻ എന്താണ്, തീറ്റ എവിടെയാണ്, ഫൈ എവിടെയാണ് വരുന്നത് എന്നുള്ള എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് കേസ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ടൈപ്പ് 1. സോ ടൈപ്പ് 1ൽ പറയുന്നത് ലൈൻ ഈസ് പാരലൽ ടു എച്ച് പി ആൻഡ് വി പി. അതായത് ബോത്ത് പ്ലെയിൻസിന്, അതായത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും പാരലായിട്ടാണ് ഒരു ലൈൻ ഇരിക്കുന്നതെങ്കിൽ ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷൻ ലൈനും അതിൻ്റെ വ്യൂ ഒക്കെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ നമുക്കിതറിയാം, വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ കേസസിലെല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ് നമ്മളെല്ലാം എടുക്കുന്നത്. സോ വി പി എച്ച് പി ഫസ്റ്റ് ക്വാഡ്രൻ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം എന്താണ്. എച്ച് പി നമുക്ക് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മളിവിടെ വരയ്ക്കുന്നത്. ഓൾറെഡി പോയിന്റിന്റെ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അപ്പോൾ നമ്മുടെ വി പി എച്ച് പി, ആ വി പി എച്ച് പിയിൽ ഞാനൊരു ലൈൻ വെച്ചിരിക്കുകയാണ്. ആ ലൈനാണ് ഈ റെഡ് ലൈനിൽ കാണിക്കുന്നത്. സോ ആ ലൈനിന് നമുക്കൊരു നെയിമിംഗ് കൊടുക്കാം, എ എന്നും ബി എന്നും. ഓക്കെ, വി പി എച്ച് പി പ്ലെയിനിൽ രണ്ട് പ്ലെയിനുകൾക്കും പാരലായിട്ട് ആണ് ഈ ലൈൻ ഇപ്പം സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൈനിന് എ ബി എന്നുള്ളൊരു പേര് കൊടുത്തു. ഒബ്സർവർ എങ്ങനെയാണ്, ഫ്രണ്ട് വ്യൂ എവിടെ നിന്നാണ് നോക്കുന്നത്, ഈ ഒരു സൈഡിൽ നിന്നാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് എവിടെയാണ് കിട്ടുന്നത്, ഈ എ ബി എന്ന് പറയുന്ന ഈ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടും. അതിനെ നമുക്ക് നെയിമിംഗ് ചെയ്യാം അല്ലേ. വെർട്ടിക്കൽ പ്ലെയിനിൽ ഫ്രണ്ട് വ്യൂ നെയിമിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്, എ ഡാഷ് സ്മോൾ ബി ഡാഷ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിന്റെ ഫ്രണ്ട് വ്യൂ എവിടെ കിട്ടിയിരിക്കുന്നു, വെർട്ടിക്കൽ പ്ലെയിനിൽ അല്ലേ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ അറിയാം, എ ബി എന്ന് പറയുന്ന ഈ ലൈൻ, ആ ലൈനിന്റെ ഒറിജിനൽ ലെങ്ത് തന്നെയാണ് നമുക്ക് എന്തിൽ കിട്ടിയിരിക്കുന്നത്, വെർട്ടിക്കൽ പ്ലെയിനിൽ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഇതിന്റെ ഫ്രണ്ട് വ്യൂ കിട്ടിയിരിക്കുന്നത്. അതായത് എന്താണ്, ഒറിജിനൽ ലെങ്ത്തിന് സെയിം ആയി തന്നെ കിട്ടി. എന്തുകൊണ്ടാണ്, ഈ പ്ലെയിൻ ഇത് പാരലൽ ആയിരിക്കുന്നതുകൊണ്ടാണ്. സോ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, അതിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയാം. അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് എ ബി ലൈനിന്റെ വ്യൂ ആണ്. ആ വ്യൂവിലെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിന്റെ ട്രൂ ലെങ്ത് ആണ്. ഓക്കെ, സോ ഇതിപ്പം 50 mm അല്ലെങ്കിൽ 30 20 എന്ത് തന്നെ ആയിക്കോട്ടെ, അതേ ലെങ്ത് തന്നെ എവിടെ കിട്ടി, നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ അതിന്റെ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് അടുത്ത വ്യൂ നോക്കാം അല്ലേ. അടുത്തത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഫ്രണ്ട് വ്യൂ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് കിട്ടുന്നത് ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ എവിടെ കിട്ടും, നമുക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ കിട്ടും. ഹൊറിസോണ്ടൽ പ്ലെയിൻ കിട്ടുന്ന ഈ ലൈനിന്റെ വ്യൂ ആണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു, സ്മോൾ എ സ്മോൾ ബി. അപ്പോൾ ഇതിന്റെ സൈസ് എത്രയാണോ ആ സൈസ് തന്നെ നമുക്ക് കിട്ടി. കാര്യം എന്താ, ഇതിന്റെ പ്രൊജക്ഷൻ ലൈൻ നമ്മൾ ഇതിലോട്ട് വരച്ചു അല്ലേ, പ്ലെയിനിലോട്ട് വരച്ചപ്പോഴാണ് നമുക്ക് ഈ രണ്ട് പോയിന്റുകളിലൂടെ കിട്ടുന്നത്. അത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇതേപോലെ തന്നെ ടോപ്പ് വ്യൂ എന്നുള്ള എ എന്ന് പറയുന്ന പോയിന്റിന് ബി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് ഇവിടെ ലഭിച്ചു. അതിന്റെ വ്യൂ നമുക്ക് കിട്ടി. സോ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ വഴി നമുക്ക് എന്തൊക്കെയായി, നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഫ്രണ്ട് വ്യൂവും കിട്ടി, എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ എവിടെയും കിട്ടി, ഹൊറിസോണ്ടൽ പ്ലെയിനും കിട്ടി. ഇനി നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ എ ബി എന്ന് പറയുന്ന ലൈൻ ഒരു പൊസിഷനിൽ ഇരിക്കുക അല്ലെ. നമ്മൾ പോയിന്റിന്റെ കേസ് വി പി എച്ച് പിയിലൊക്കെ പറഞ്ഞിരുന്നതാണ്, ഇത്ര mm എബോ ഇത്ര mm ഇൻ ഫ്രണ്ട് ഓഫ് എന്ന്. അപ്പം സം ഡിസ്റ്റൻസിലാണ് ഇതിപ്പോ എ ബി എന്ന് പറയുന്ന ലൈൻ നിൽക്കുന്നത് അല്ലെ. ഇൻ ഫ്രണ്ട് ഓഫ് വി പി എത്രയോ ഡിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ എത്രയോ ഡിസ്റ്റൻസിലാണ് എന്ത് എ ബി എന്ന ലൈൻ എച്ച് പിയിൽ നിൽക്കുന്നത്. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇതിന് വേണമെങ്കിൽ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയാം. ജസ്റ്റ് അസ്യൂം ചെയ്യുവാണ് വാല്യൂ. അതായത് അപ്പൊ ഈ എ ഡാഷ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, 25 ആയിരിക്കും. 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 40 mm എബോ എച്ച് പി എന്ന് പറയുക. അപ്പം 40 mm എബോ എച്ച് പി. അപ്പൊ ഈ ക്യാപിറ്റൽ എയും ഈ സ്മോൾ എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 40 mm ആയിരിക്കും. സോ ഞാനൊരു വാല്യൂ അസ്യൂം ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ലൈനെ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, 40 mm എബോ എച്ച് പി എന്നുള്ള ഒരു പോയിന്റ്. എ ബി എന്ന് പറയുന്ന ഈ ലൈനിന് ഒരു ഡയമെൻഷൻ ഉണ്ടാവും. മേ ബി നമുക്കൊരു 60 കൊടുക്കാം.
സോ 25 mm in front of VP, 40 mm above HP, 60 mm ലെങ്ത് ഉള്ള ഒരു ലൈൻ എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വെച്ചിരിക്കുന്നു. അപ്പം ലൈൻ പാരലൽ ടു HP VP എന്നുള്ള കണ്ടീഷനിലെ ടൈപ്പിലെ കേസാണ് ഈ പറയുന്നത്. അപ്പൊ AB എന്ന് പറയുന്ന ലൈൻ എന്താണ്? HP-ക്കും VP-ക്കും പാരലലാണ്. ഓക്കെ, ഇതിന്റെ ഡയമെൻഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അത് അസ്യൂം ചെയ്ത വാല്യൂ ആണ്, നമുക്കത് ആവശ്യമില്ല. നമ്മളിപ്പോൾ ടൈപ്പാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാനത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ വാല്യൂ ഇവിടെ കൊടുത്തത്. സോ നമുക്കതിന്റെ വ്യൂ ഇവിടെ ലഭിച്ചു. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഇതിനെ പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെ. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ HP എന്ന് പറയുന്നത് എവിടെ വരും? താഴെ വരും. അതായത് ഈ പ്ലെയിൻ ആണ് HP എന്ന് പറയുന്നത്. VP ആണുള്ളത് ഏതാണ്? മുകളിലാണ്. സോ VP. സോ നമ്മൾ ഈ ഒരു കേസ് വരുമ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ആദ്യം എന്ത് ചെയ്യുക? ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരയ്ക്കുക. അതിന് XY എന്ന് നെയിമിംഗ് കൊടുക്കുക. കാരണം എന്താണ്? ഈ XY ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ XY എന്ന് പറയുന്ന ഈ റെഫറൻസ് ലൈനിന് മുകളിലാണ് എന്ത്? നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ. സോ ലെഫ്റ്റ് സൈഡിൽ ഓർക്കുക, ലെഫ്റ്റ് സൈഡിൽ മുകളിലായി എന്ത് ചെയ്യുക? VP എന്ന് എഴുതുക. അതിനുശേഷം താഴെയുള്ള പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയിരുന്നു. ആ ഹൊറിസോണ്ടൽ പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴെ എഴുതുന്നു. സോ നമ്മുടെ റെഫറൻസ് ലൈൻ വരച്ചു, VP HP മാർക്ക് ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടത്? AB എന്ന് പറയുന്ന ലൈനിന്റെ വ്യൂ A', B' എന്നുള്ളത് എവിടെ നമ്മൾ മാർക്ക് ചെയ്യണം? VP-യിൽ മാർക്ക് ചെയ്യണം. അത് അതിന്റെ എന്താണ്? ഫ്രണ്ട് വ്യൂ ആണ്. ഇനി AB എന്ന് പറയുന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ലഭിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. AB എന്ന് പറയുന്നത് സ്മോൾ b എന്ന് പറയുന്ന ഈ ലൈനിന്റെ ഈ വ്യൂവിനെ നമ്മൾ എവിടെ വരയ്ക്കുന്നു? HP-യിൽ വരയ്ക്കുന്നു. സോ HP വരയ്ക്കുന്ന ഈ വ്യൂ എന്ന് പറയുന്നത് അതിന്റെ ടോപ്പ് വ്യൂവും VP-യിൽ വരയ്ക്കുന്ന A', B' എന്ന് പറയുന്ന ലൈനിന്റെ വ്യൂ എന്ന് പറയുന്നത് എന്ത് വ്യൂ ആയിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ VP ഈ റെഫറൻസ് ലൈനിന് മുകളിൽ വരയ്ക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? എബോവ് HP എന്ന് പറയുന്ന ഇതായിരിക്കും. അതേപോലെ തന്നെ ഈ HP-യിൽ വരയ്ക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ആയിരിക്കും. കാരണം ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നതാണല്ലോ ഈ AB എന്ന ലൈൻ. അതായത് VP അപേക്ഷിച്ച് നോക്കുമ്പോൾ AB എന്ന് പറയുന്ന ലൈൻ എന്താണ്? ഇൻ ഫ്രണ്ട് ഓഫ് ആണ് അല്ലെ. അതായത് ഈ ലൈനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത്ര mm എബോവ് ഉള്ളതായിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാണ്? A', B' ആണ്. അതായത് ഇത്ര mm എബോവ്. അപ്പോൾ എബോവ് HP എന്നുള്ള ഒരു ഡയമെൻഷനുള്ള ഈ A', B' എന്നുള്ളത് ഇവിടെയും വരും. ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്ന വാല്യൂവിൽ വരുന്ന ഈ ഒരു ലെങ്ത് കിട്ടുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അത് നമ്മൾ എവിടെ വരയ്ക്കുന്നത്? HP-യിലാണ് വരയ്ക്കുന്നത്. ഇനി ഓൾറെഡി നമുക്കറിയാം ഈ ലൈനെ നമുക്ക് റെഫറൻസ് ലൈനിലോട്ട് വരച്ചു നോക്കാം. അതായത് ഇതാ ഇവിടുന്ന് നമ്മളൊന്ന് റെഫറൻസ് ലൈനിലോട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇതാണ്ടേ, അതായത് ഈ ക്യാപിറ്റൽ A സ്മോൾ a എന്ന് പറയുന്നതും ക്യാപിറ്റൽ B സ്മോൾ b എന്ന് പറയുന്നതും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അല്ലെ. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ നമ്മൾ വിളിച്ചത്. സോ ഈ ഒരു ഡയമെൻഷൻ എത്രയാണോ, അതായത് ക്യാപിറ്റൽ A സ്മോൾ a ക്യാപിറ്റൽ B സ്മോൾ b എന്ന് പറയുന്ന ഈ ഡയമെൻഷൻ എത്രയാണോ ആ വാല്യൂ തന്നെയായിരിക്കും എവിടെ വരുന്നത്? ഇവിടെ വരുന്നത്. അതായത് എബോവ് റെഫറൻസ് ലൈനിലോട്ട് വരുന്നത്. അതേപോലെ തന്നെ ഈ സ്മോൾ a' ക്യാപിറ്റൽ A എന്ന് പറയുന്നതും സ്മോൾ b' ക്യാപിറ്റൽ B എന്ന് പറയുന്നതും റെഫറൻസ് നമ്മുടെ റെഫറൻസ് പ്ലെയിന് താഴെ, അതായത് ഈ ഡയമെൻഷൻ ഇതാണ് ഇവിടെ HP-യിൽ വരുന്നത്. സോ നമ്മൾ ഈ ഒരു പ്ലെയിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് A', B' ആണ്. സോ ഇവിടെ നിന്ന് എത്രമാത്രം ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരുന്നത്? അതായത് ഇത്ര mm എബോവ് HP എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു ഡയമെൻഷൻ, അതായത് A ടു ക്യാപിറ്റൽ A. ആ ഒരു ഡയമെൻഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ മാർക്ക് ചെയ്യുക. ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു. അതെന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഈ ഡിസ്റ്റൻസ് എനിക്ക് എവിടെ കിട്ടിയിരിക്കുന്നത്? ഈ റെഫറൻസ് പ്ലെയിന് ലൈനിന് മുകളിലായി വെർട്ടിക്കൽ പ്ലെയിനിലാണ് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഡയമെൻഷനും ഉണ്ട്. ഇത് റെഫറൻസ് ലൈനിൽ നിന്ന് ഈ A വരെയുള്ള ലെങ്ത്, അതെന്ന് പറയുന്നത് എന്തായിരിക്കും? A' A എന്ന് പറയുന്ന ലെങ്ത് സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ ഈ A' എന്ന് പറയുന്നത് എന്താണ്? ഇത്ര mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. സോ അതെന്ത് ചെയ്യുന്നു? ഞാൻ അതിനെ എടുത്ത് ഇവിടെ വെച്ചിരുന്നു. ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുകയല്ലേ. സോ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് ഞാൻ അളന്ന് നോക്കിയിട്ട് പോയിന്റ് ചെയ്തു. സോ ഞാനിപ്പോൾ ഇവിടെ എന്തൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നു? A' എന്ന് പറയുന്ന പോയിന്റ് ഞാൻ കണ്ടെത്തി, A എന്ന് പറയുന്ന പോയിന്റും കണ്ടെത്തി. ഇനി നമുക്ക് ഈ AB എന്ന് പറയുന്ന ലൈനിന്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെന്ന് വെക്കുക. മേ ബി 40 30 mm എത്രയാണ്? നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ കൺസിഡർ ചെയ്തത് 60 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ആ ലൈന് വ്യൂ നമുക്ക് വരയ്ക്കാം. എങ്ങനെ വരയ്ക്കാൻ സാധിക്കും? എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? റഫറൻസ് ലൈനിന് പാരലായി തന്നെ ലൈൻ വരയ്ക്കുക. ഇതാ നമ്മൾ സ്കെയിൽ വെക്കുന്നു. ഈ സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 60 mm എന്നുള്ളത് മെഷർ ചെയ്യുന്നു. നമ്മൾ ആ ലൈൻ വരയ്ക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മള് എ ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനെ നമ്മൾ എന്ത് ചെയ്യും? എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനെ നമ്മളിപ്പോ ഇവിടെ വരച്ചു അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഹൊറിസോണ്ടലായി ഒരു ലൈൻ വരയ്ക്കുക. അതായത് നമ്മുടെ എ ബി എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ നമുക്ക് ലഭിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ആ ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇതിപ്പോ ഡയമെൻഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഫ്രീ ഹാൻഡ് സ്കെച്ച് നമ്മൾ നടത്തുന്നത്. സോ എ ഡാഷിൽ നിന്നും നമ്മൾ എത്രയാണോ പറഞ്ഞിരുന്നത് ആ ലൈനിന്റെ ഡയമെൻഷൻ നമ്മളിവിടെ വരച്ചു. പോയിന്റ് എയിൽ നിന്നും അതേ ലുള്ള ഡയമെൻഷനും നമ്മൾ വരച്ചു. ഇനി ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊജക്ഷൻ ലൈൻ നമ്മൾ റെഡിലാണ് വരച്ചിരുന്നത് അല്ലെ? ആ പ്രൊജക്ഷൻ ലൈനും നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആ പ്രൊജക്ഷൻ ലൈനും നമ്മൾ വരച്ചു. പിന്നെ നെയിമിംഗ് നമുക്ക് കൊടുക്കാം. എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതാണ് ഇവിടെ കിട്ടിയിരുന്നത് അല്ലെ? എ ഡാഷ് ബി ഡാഷ്. എ ഡാഷ് ബി ഡാഷ് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലഭിച്ചിരുന്നത് എ ബി ആണ്. ഓക്കെ, അപ്പം എ ബി എന്ന് പറയുന്ന ലൈൻ വി പിക്കും എച്ച് പിക്കും പാരലൽ ആയിരുന്നു. അതിന്റെ ടോപ്പ് വ്യൂ നമുക്ക് ലഭിച്ചത് ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. എ ബി എന്ന് പറയുന്നത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ റെഫറൻസ് ലൈനിൽ നിന്നും ഈ എ വരെയുള്ള ഡിസ്റ്റൻസും ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അത് എവിടുത്തെ ഡിസ്റ്റൻസ് ആണ്? എ ഡാഷ് എ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ? അതിനെ എങ്ങനെയായിരിക്കും നമ്മൾ ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് വി പി, ഇത്ര ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് ആ ലൈൻ എ ബി നിൽക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എ ഡാഷ് ബി ഡാഷ് എങ്ങനെയാണ് നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടിയത്? അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും, അതായത് ഇത്ര എബോവ് ആണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതായത് സം ഡിസ്റ്റൻസ് എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അങ്ങനെയാണ് നമ്മൾ ഈ ലൈനിനെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എബോവ് എത്രയാണെന്ന് പറഞ്ഞിരുന്നത്? ഇപ്പൊ 40 mm ആണെങ്കിൽ ഇതിന്ന് ഇവിടെ വരെ 40 ആയിരിക്കും, ഇത് ഇവിടെ നിന്ന് 40 ആയിരിക്കും. സോ ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ വ്യൂ മാർക്ക് ചെയ്യുമ്പോഴും വരുന്നത് അല്ലെ? അപ്പൊ ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഇവിടെ വരെ ഉള്ള ഡിസ്റ്റൻസ് നമുക്ക് 40 എന്ന് കിട്ടി. ഓക്കെ, അതായത് നമ്മൾ അസ്യൂം ചെയ്ത വാല്യൂസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. സോ നമ്മുടെ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ മാർക്ക് ചെയ്തു. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ടോപ്പ് വ്യൂ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയത് നമ്മൾ മാർക്ക് ചെയ്തു എ ബി എന്ന് അല്ലെ? ഇനി നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ഡയമെൻഷൻ എപ്പോഴും എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡ് മാർക്ക് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ ഈ ലൈനിന് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി ഇവിടെ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്യുന്നു. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ നോക്കുക. നമ്മൾ അലൈൻഡ് സിസ്റ്റവും യൂണിഡയറക്ഷണൽ സിസ്റ്റവും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ അലൈൻഡ് സിസ്റ്റം ആണോ യൂണിഡയറക്ഷണൽ സിസ്റ്റം ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ യൂണിഡയറക്ഷനിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യും. ഇപ്പൊ നേരത്തെ ഞാൻ പ്രോബ്ലത്തിൽ പറഞ്ഞ എന്തായിരുന്നു? ഇതിന്റെ ഒരു 60 എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇതിന്റെ 40 എന്ന് ഞാൻ പറഞ്ഞു, ഇത് മേ ബി 25. ഓക്കെ, ചുമ്മാ ജസ്റ്റ് അസ്യൂം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 40 ആയിരിക്കും അല്ലെ? ഇവിടെ എന്താ വരിക? 40 എന്നുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, 25 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഇവിടെ വരുന്നത്. ശരിയല്ലേ? അപ്പൊ ഈ
ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ 40 കിട്ടി. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും മെൻഷൻ ചെയ്യുന്നത്? 40 mm എബോവ് HP, 25 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലൈൻ ഏത് പോയിന്റിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി എ ബിയുടെ ഡിസ്റ്റൻസ് കൂടെ തന്നിട്ട്, അതായത് ഈ ലൈൻ ലോങ് 60 mm എന്നോ, നമ്മളിപ്പോൾ 60 എടുത്തിരിക്കും. അപ്പോൾ 60, അപ്പം എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം അല്ലേ? അതായത് 60 തന്നെയാണ്. സോ നമുക്ക് അത് കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ എത്ര കൊടുത്തിരുന്നത്? 60 അല്ലേ? ഓക്കെ, 60 എന്ന് പറയുന്ന വാല്യൂ. സോ ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ എ ഡാഷ് ബി ഡാഷും അതുപോലെ തന്നെ എ ബി. എന്തുകൊണ്ടാണ്? രണ്ട് പ്ലെയിനും ഈ എ ബി എന്ന് പറയുന്ന ലൈൻ പാരലൽ ആണ് അല്ലേ? പാരലൽ ആയിട്ടാണ് ഈ ലൈൻ ഇരിക്കുന്നതെങ്കിൽ, അതായത് പ്ലെയിനിന് പാരലായാണ് ഈ ലൈൻ ഇരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒറിജിനൽ ലെങ്ത് എത്രയാണോ അത് തന്നെ നമുക്ക് അതിന്റെ വ്യൂ ലെങ്ത് ആയിട്ട്, അതായത് വ്യൂവിൽ കാണുന്ന ലെങ്ത്തും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ ട്രൂ ലെങ്ത് എന്ന് വിളിക്കാം അല്ലേ? സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ട്രൂ ലെങ്ത് ആണ്. അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ട്രൂ ലെങ്ത് തന്നെയാണ്. എ ബി എന്ന് പറയുന്നത്, എ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ട്രൂ ലെങ്ത് ആണ്. സോ നമുക്ക് ഇവിടെ ലഭിക്കുന്ന എന്തായിരിക്കും? ഫ്രണ്ട് വ്യൂ ആയിരിക്കും അല്ലേ? ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് ലഭിച്ചത് അല്ലേ? എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ടോപ്പ് വ്യൂ ആയിരിക്കും. ടോപ്പ് വ്യൂ ആണ് ലഭിച്ചത്. ഇതും ട്രൂ ലെങ്ത് തന്നെയാണ് കേട്ടോ. 60 തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതും 60 തന്നെയാണ്. ഇത് ഇങ്ങനെ ലൈൻ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാഞ്ഞത്. സെയിം വാല്യൂ തന്നെയല്ലേ വരുന്നത്, അതുകൊണ്ടാണ് മാർക്ക് ചെയ്യാഞ്ഞത്. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഒരേ സിസ്റ്റം തന്നെ യൂസ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അലൈൻഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ യൂണിഡയറക്ഷണൽ യൂസ് ചെയ്യുക. സോ ഫസ്റ്റിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം കൂടി ഈ റെഫറൻസ് ലൈനിൽ എഴുതി ചേർക്കാം. അതായത് ഇവിടെ എന്ന് പറയുന്നത് എബോവ് HP ആണ് അല്ലേ? എബോവ് HP ആണ്. ഇതെന്ന് പറയുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. ഇത് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ഫസ്റ്റിലെ ടൈമിൽ നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്ന സമയത്ത് നമുക്കത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമല്ല, എബോവ് HP എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? എത്ര mm എബോവ് HP എന്നാണ് ഈ ലൈൻ പറയാറ് അല്ലേ? ഇതിന്റെ വ്യൂ നമുക്ക് പക്ഷെ കിട്ടുന്നത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. അപ്പൊ എത്ര mm എബോവ് HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും നമ്മൾ VP-യിലാണ് വരയ്ക്കുന്നത്. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് എബോവ് HP എന്ന് അവിടെ എഴുതിയത്. അതേപോലെ തന്നെ HP പ്ലെയിൻ ആണ് അല്ലേ? HP പ്ലെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് VP, അതായത് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കൽ പ്ലെയിനിന് ഇത്ര mm ഇൻ ഫ്രണ്ട് ഓഫ് എന്നാണ് നമ്മൾ ഈ ലൈനെ പറയുന്നത്, അതിന്റെ സ്ഥാനം പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും വരയ്ക്കുന്നത് എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും. അപ്പൊ ആ ഡിസ്റ്റൻസ് എവിടെയാണ് കൃത്യമായി വരയ്ക്കുന്നത് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ടിപ്പാണ്. അതായത് എബോവ് HP ഇവിടെ എഴുതുക, ഇൻ ഫ്രണ്ട് ഓഫ് VP ഇവിടെ എഴുതി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മുടെ മനസ്സിൽ കരുതിയിട്ട് നമുക്ക് എബോവ് HP, ഇത്ര mm എബോവ് HP എന്ന് പറയുമ്പോൾ നമ്മൾ എബോവ് HP എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്? ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇത്ര mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കും. അപ്പൊ നമ്മൾ എവിടെ മാർക്ക് ചെയ്യും? ഇവിടെ മാർക്ക് ചെയ്യും. അപ്പൊ ആ തന്നിരിക്കുന്ന ഡയമെൻഷൻ കൃത്യമായി പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പോലെ, അതായത് എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നൊന്ന് ഓർത്തിരിക്കാൻ. അതായത് ഇത് ഓർക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ ത്രൂ ഔട്ട് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതില് റെഫറൻസ് ലൈനിന് മുകളിൽ VP-യും റെഫറൻസ് ലൈനിന് താഴെ HP-യും. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനാണ് നമ്മൾ 90 ഡിഗ്രി അങ്ങോട്ടേക്ക് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്ത് വരും? നമുക്ക് ഈ പ്ലെയിൻ ഇങ്ങനെ നിവർന്നു വരും അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? അതുപോലെ തന്നെ
ഈ ലൈൻ, അതായത് വ്യൂ കിട്ടുന്ന ലൈൻ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും തിക്കായിട്ട് വരയ്ക്കുക, ഇതെല്ലാം തിന്നായിട്ട് തന്നെ വരയ്ക്കുക. വ്യൂ കിട്ടുന്ന ഈ ലൈൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, തിക്കായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ടൈപ്പ് 1 ലൈൻ പാരലൽ ടു HP ആൻഡ് VP. നമ്മൾ നേരത്തെ കണ്ടീഷൻസ് കണ്ടപ്പോൾ പറഞ്ഞിരുന്നതാണ്, പാരലൽ ടു ഒരു പ്ലെയിൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ലൈനിന്റെ ലെങ്ത് എത്രയാണോ അത് ഏത് പ്ലെയിനിനാണോ പാരലായി വരുന്നത് ആ പ്ലെയിനിൽ കിട്ടുന്ന ആ അതായത് ആ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ ലെങ്ത്തിന് സെയിം ആയിരിക്കും. സോ അത് നമ്മൾ ട്രൂ ലെങ്ത് എന്ന് വിളിക്കും. സോ ഇതാണ് നമ്മുടെ ടൈപ്പ് 1. സോ ഈ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ഞാനിപ്പം ഈ വീഡിയോയുടെ ഇതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോബ്ലം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഏകദേശം നമ്മൾ ഈ വരച്ച കണ്ടീഷൻ പോലെ തന്നെയാണ് ആ പ്രോബ്ലം ഇരിക്കുന്നത്. ഫസ്റ്റ് ആ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ തന്നെ ഇത് എങ്ങനെയാണോ വരച്ചതെന്ന് മനസ്സിലാക്കിയത് അതേ കൺസെപ്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ആൻസറും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വരച്ച ആൻസർ അതുമായി സാമ്യമുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സ്വയം തിരുത്തുക, ഇല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.